അപ്പോൾ ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റായിട്ട് ഞാൻ കരുതുന്നത് ഇതിന് ഈ ഇത്രയും മിറ്റവും കിട്ടി, ഇതിൻ്റെ കറക്റ്റ് പൊസിഷനും കിട്ടിയത്. അതെ അതെ, അതിനെക്കുറിച്ച് സാറിൻ്റെ ഉള്ള ഒരു ഇത് പറയാൻ പറ്റും. കാരണം ഞങ്ങൾ വരുമ്പോൾ ഇതൊരു പഴയ ബിൽഡിംഗ് ഇരിക്കുന്ന സ്ഥലമാണ്. പിന്നെ അതിനെ മുഴുവൻ ഡിമോളിഷ് ചെയ്തിട്ട് നമ്മളൊരു പുതിയ സംരംഭത്തിലോട്ട് കൊണ്ടുവരുമ്പോൾ ഒരു ഓണറിന്, ഒരു എക്സ്പേർട്ട് അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർക്ക് അറിയാൻ പറ്റില്ല ഇതെവിടെ പൊസിഷൻ ചെയ്യണമെന്ന്. പ്ലാൻ ചിലപ്പോൾ നല്ലത് വരയ്ക്കാൻ പറ്റും, ഇൻറ്റീരിയർ ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഒരു കാതലായ കാര്യമാണ് അതിൻ്റെ പൊസിഷനിങ്. അപ്പോൾ അത് വളരെ കൃത്യമാക്കി എടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് സാറിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട്. എനിക്ക് അങ്ങനൊരു കാര്യം ഞാനതിൻ്റെ ഒരു അഭിപ്രായം പറയണമെന്നൊരിൽ അതിന് 100% ഞാനതിൻ്റെ സർട്ടിഫിക്കറ്റ് തരുന്നത് അഭിലാഷാണ്. കാരണം ആദ്യം ഇരുന്ന വീട് നമുക്ക് ഫ്രണ്ട് ഏരിയ വളരെ കുറവായിരുന്നു. ഒരു നല്ല ഒരു മുറ്റം ഇച്ചിരി കുറവായിരുന്നു, നമുക്ക് നീളമുണ്ടായിരുന്നത്, വീതി കുറവായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ പിന്നെ നമ്മൾ ബാക്കിലെ ആ സ്ഥലം കൂടെ നമ്മുടെ അപ്പച്ചൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ്റെ മക്കളെ ആയതുകൊണ്ട് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഇങ്ങനെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്ക് ബാക്കിലോട്ട് നമുക്ക് സ്ഥലം കിട്ടി. അപ്പം പിന്നെ അഭിലാഷ് ചോദിച്ച് ഓർക്കുന്നുണ്ടോ? പക്ഷേ ആ പുറകിലത്തെ നമ്മുടെ ഞാൻ പറഞ്ഞ് നമുക്ക് കിട്ടി, നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ അഭിലാഷ് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബിൽഡിങ്ങിൻ്റെ പൊസിഷൻ നമുക്ക് കുറച്ചുകൂടെ ബാക്കിലോട്ട് മാറ്റാം. അപ്പോൾ അങ്ങനെ പൊസിഷൻ മാറ്റത് കൊണ്ടാണ് ഇന്ന് ഈ ബിൽഡിംഗ് നമുക്ക് ഇത്രയും ഹൈലൈറ്റ്. മാത്രമല്ല സാറിൻ്റെ പഴയ വീട് നേരെ ഒരു വടക്ക് കിഴക്കായിട്ടായിരുന്നു ഇരുന്നത്. നമുക്കിപ്പോൾ ഇത് പൊസിഷൻ കറക്റ്റ് വടക്കിലേക്ക് കൊണ്ടുവരാനും പറ്റി. അത് കുറെ കൂടി അട്രാക്റ്റീവായി. കാരണം ഗേറ്റിന്റെ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നേരെ നമ്മൾ അങ്ങോട്ട് സാറിന് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. ഇത് അങ്ങനെ വന്നാൽ എങ്ങനെ ആകും, ഇത് മറ്റേ പല വീടുകളുടെ പുറകിലായി പോകുമോ, ഗേറ്റ് കോണിക്കലായിട്ട് വെക്കണോ അതോ സ്ട്രേറ്റ് വെക്കണോ? പക്ഷെ അത് കോണിക്കലായിട്ട് വെക്കുന്ന ഒരു ഐഡിയ ആണ് അഭിലാഷ് തന്നത്. ഇങ്ങനെയാണെങ്കിൽ നമുക്കത്, പക്ഷെ നമ്മുടെ മുറ്റത്തിനൊന്നും ഒരു മാറ്റം വരുന്നില്ല. അതങ്ങനെ കോണിക്കലായിട്ട് വെച്ചുകൊണ്ട് നമുക്ക് വളരെ കാരണം കാർ കയറ്റിക്കൊണ്ട് വരാനും കയറ്റിയിടാനും എല്ലാവരും വളരെ ഭംഗിയായിട്ടത്. പിന്നെ നമ്മുടെ പ്ലാനിങ് അതായത് സാറിന്റെ മകന്റെ വീടാണിത്, വിനോദ് മാത്യുവിന്റെ. പക്ഷേ അദ്ദേഹം പറഞ്ഞ സജഷൻ അനുസരിച്ച് ഒരു 95% നമുക്ക് നീതി പുലർത്തക്കുന്ന ഒരു പ്ലാനിങ് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റി. പിന്നെ അതിൻ്റെ എക്സിക്യൂഷനും ഇതുവരെ സാറിന് നമ്മളുമായിട്ട് ഇടപെട്ടതിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എക്സിക്യൂഷൻ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അഭിലാഷിന്റെ സ്റ്റാഫ്, അതെ അഭിലാഷിന്റെ പിന്നെ മേസൻസ് അവരെല്ലാം വളരെ ഭംഗിയായിട്ട് നമ്മളവിടെ സഹകരിച്ചു. ഭംഗിയായിട്ടെല്ലാം അവർ കംപ്ലീറ്റ് ചെയ്തു. അതിന് യാതൊരു സംശയമില്ല. ഞങ്ങളെ വളരെയധികം ഞങ്ങൾ അഭിനന്ദിക്കുന്നു. കാരണം മുന്നോട്ട് എല്ലാ കാര്യങ്ങളും ഇതിലും ബെറ്ററായിട്ട് മുന്നോട്ട് നമ്മുടെ ബിസിനസ് പോകട്ടെ എന്ന് ഞങ്ങൾ ആശീർവദിക്കുന്നു. ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ സാർ. ഓക്കെ.